നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഇ അഹമ്മദ് ഫൗണ്ടേഷൻ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഇ അഹമ്മദ് മെമ്മോറിയൽ ഇന്റർനാഷണൽ കോൺഫറൻസിന് സമാപനമായി. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പോയിന്റേ ഉള്ളൂ. നമുക്ക് മൂന്ന് തരത്തിൽ ചരിത്രമുണ്ട്. അത് അക്കാദമിക ചരിത്രമാണ്, രണ്ടാമത്തെ പോപ്പുലർ ഹിസ്റ്ററിയാണ്, മൂന്നാമത്തത് പോപ്പുലറൈസ്ഡ് ഹിസ്റ്ററിയാണ്. ജനകീയവൽകൃത ചരിത്രം. ജനകീയവൽകൃത ചരിത്രം ചെയ്യുന്നത് കൃത്രിമമായി മിത്തുകളും കഥകളും ഉണ്ടാക്കി ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കും. അതാണ് ആദ്യത്തെ ഘട്ടം. ജനങ്ങളത് സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നീട് അത് ലിഖിത രൂപത്തിലാക്കുക. മൂന്നാമത്തെ ഘട്ടം, ലിഖിത രൂപത്തിലായിട്ടുള്ള ഈ കഥകളെല്ലാം എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കും. ഇങ്ങനെ പോപ്പുലറൈസ്ഡ് ഹിസ്റ്ററിയെ, കൃത്രിമമായി ഉണ്ടാക്കുന്ന മിത്തുകളെയും കൃത്രിമമായി ഉണ്ടാക്കുന്ന ചരിത്രത്തെയും ആദ്യം ജനങ്ങളിൽ പ്രചരിപ്പിക്കുക. അപ്പോൾ അത് പോപ്പുലർ ഹിസ്റ്ററിയായി മാറും. ഈ പോപ്പുലർ ഹിസ്റ്ററിയെ ലിഖിത രൂപത്തിലാക്കി അതിനെ ടെക്സ്റ്റ്വൽക്കരിക്കുക. ഇതാണ് പ്രക്രിയ. പിടിമുറുക്കുന്ന ഫാസിസം എന്ന വിഷയം മനുഷ്യാവകാശ പ്രവർത്തക ഷബ്നം ഹാഷിമിയും, വളച്ചൊടിക്കുന്ന ചരിത്രം എന്ന വിഷയം കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് കോളേജ് പ്രൊഫസർ ഡോക്ടർ PJ വിൻസെന്റും സംസാരിച്ചു. ഇസ്ലാമോഫോബിയ, വ്യാജവേലയും വസ്തുതകളും എന്ന വിഷയം ഡോക്ടർ അസീസ് തരുവണ സംസാരിച്ചു. മലയാളികളുടെ സാംസ്കാരിക ജീവിതം എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ BT ബൽറാം, NP ചേക്കുട്ടി, ഡോക്ടർ PT അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു.